ഇന്നത്തെ യാത്ര അമ്പലത്തിലേക്കാണ്. നമ്മുടെ മൈലാപ്പൂരുള്ള കപാലീശ്വർ കോവിൽ, കപാലീശ്വരരും കർപ്പകാമ്പയും വാഴുന്ന മൈലാപ്പൂർ ടെമ്പിൾ, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സാധാരണത്തെ പോലെ എപ്പോഴത്തെയും പോലെ ലോക്കൽ ട്രെയിനിൽ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയെന്ന് പറഞ്ഞാൽ മാത്രമല്ല, അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തോ പരിപാടി വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ലൈറ്റും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുമായിരുന്നു. ഒരു ഞായറാഴ്ച പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. കുറച്ച് നേരം വരിയൊക്കെ നിന്നിട്ടാണ് നമ്മൾ തൊഴാൻ വേണ്ടി പോയത്. രാവിലെ പോകുമ്പോൾ ഒരു ഭംഗിയും വൈകുന്നേരത്ത് പോകുമ്പോൾ വേറൊരു ഭംഗിയാണ് ഈ അമ്പലത്തിനോട്. രണ്ട് സമയത്ത് പോകുമ്പോഴും ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെ കുറേ ദിവസം തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ തേര് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം തേര് മൂവ് ചെയ്യുന്നത് കാണുന്നത്. ഇതിന് മുന്നേ വന്ന സമയത്തൊക്കെ തേര് അവിടെ നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിങ്ങനെ മൂവ് ചെയ്യുന്നതും ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ട് പോകുന്നതിന് ആദ്യമായിട്ടോ കാണുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഭജനി സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. തമിഴ് ഭജനകളൊക്കെ അവർ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെ മൊത്തം അമ്പലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റും അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഭയങ്കര രസമായിരുന്നു. അവരുടെ ആർക്കിടെക്ചറൊക്കെ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അടുത്തത് നമ്മുടെ ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ സ്വന്തം ചക്കയാണ്. ചക്കയുടെയൊക്കെ വില എന്താണെന്നറിയോ? നാട്ടിൽ 10 പൈസയ്ക്ക് വില ഇല്ലെങ്കിലും ഇതിനിവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് കണ്ടിട്ട് എനിക്ക്, ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. കഴിക്കാൻ പോലും തോന്നിയില്ല. കാരണം 7 ചോള 80 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഒരു ചോളയ്ക്ക് 10 രൂപയിൽ കൂടുതലാണ് വില. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചോളയുടെ വിലയാണ്. ദെൻ ഞങ്ങൾ അതവിടെ വെച്ച് കുറച്ച് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തണ്ണിമത്തനും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ആ ഭാഗത്ത് നിന്ന് കഴിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് കഴിച്ചതാണ് നമ്മുടെ ഗീ സാമ്പാർ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട്, നെയ്യിലങ്ങ് കുളിപ്പിച്ച ഇഡ്ഡലി. അതിനുശേഷം ദ ടൈം ഫോർ ഡെസേർട്ട്സ്. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളങ്ങനെ ബൈ പറഞ്ഞു. അങ്ങനെ